ഞങ്ങളെ നാട്ടിലൊരു കൂട്ടരുണ്ട് കേട്ടോ, നമ്മളെ മുസ്ലിം ലീഗ്. ഇവിടെ ഇല്ല അല്ലേ? ഇവിടെ ഇല്ല, ഞങ്ങളെ നാട്ടിലുണ്ട്. അവർക്കൊണ്ട് പൊതുവെ ഞങ്ങൾ പറയാ കക്കുക, നക്കുക, മുക്കുക. ലീഗിന്റെ അടിസ്ഥാന മുദ്രാവാക്യം അതാ. ഇപ്പൊ മഹിളാ അസോസിയേഷൻ ആണെങ്കിൽ ജനാധിപത്യം, സമത്വം, സ്ത്രീ വിമോചനം എന്നാ. ഡിവൈഎഫ് ആണെങ്കിൽ എന്താ, മറന്നുവല്ലോ. പക്ഷേ മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം ഇപ്പൊ 3 വാക്കാ: കക്കുക, നക്കുക, മുക്കുക. എനിക്ക് പേടിയാവും. ഒരു ദുരന്തം വന്നാൽ എന്റെ നെഞ്ചിന്റെ കൂടി ഒരു സാധനമാണ് പോകും. കാരണം എന്താ, പിന്നത്തെ വെള്ളിയാഴ്ച പള്ളീന്റെ മുമ്പിൽ ബക്കറ്റിട്ട് ഈ പയ്യന്മാരുണ്ടാവേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കവളപ്പാറ ദുരന്തം നടന്നപ്പോ ഞാൻ ആ മണ്ണിലൊക്കെ ഇപ്പൊ സ്വരാജിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പോയിട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ചെയ്ത കൊടിയ ചതി ചെറുതൊന്നുമല്ല. അവിടെ ഒരു പൈസ പിരിച്ചു. പൈസ പിരിക്കാറിന നാട്ടിലുള്ള സകലമാന പള്ളിയിൽ നിന്നും പിരിച്ചു, വീട് കയറി പിരിച്ചു, പോരാത്തിന് ദുബായി പോയിട്ട് പിരിച്ചു. ആ പിരിച്ച പൈസയിൽ ₹1 കവളപ്പാറയിൽ കോണിക്ക് വോട്ട് ചെയ്യണ ലീഗർക്ക് ഇവർ കൊടുത്തിട്ടില്ല. ആകെ 159 വീടാണ് തകർന്നത്. ആ 159 വീടും അവിടുത്തെ സ്നേഹനിധികളായ ചില വ്യക്തികളും നമ്മുടെ ഗവൺമെന്റും കൂടി 159 വീടുണ്ടാക്കി ആ വീട്ടിൽ അവരെ താമസിപ്പിച്ച് സുഖമായിട്ട് അവര് കഴിയാം. പിരിച്ച പൈസ ഇവിടെ. അപ്പൊ ലീഗ് പറയും കണക്ക് ചോദിക്കാൻ അതിൽ ഞങ്ങൾ വീക്കാണോ? നിങ്ങൾ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും ബയോളജിയും കെമിസ്ട്രിയും ചോദിച്ചോളി, മാത്തമാറ്റിക്സിൽ ഞങ്ങൾ വീക്കാണ്. സാധുക്കളാണ്, കണക്ക് കൂട്ടാൻ അറിയില്ല. ഈ പൈസ കൂടി കൂട്ടുമ്പോ പിന്നെ ഇവരെന്താ കാട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഓരോ ബക്കറ്റിൽ നിന്ന് കിട്ടിയത് ഓരോ നേതാക്കന്മാർ കൊണ്ടുപോയി എനിക്ക് അറിഞ്ഞൂടാ. ഈ പൈസക്ക് ഒരു കണക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ കവളപ്പാറയിൽ 12 ലീഗർക്ക് ഇവർ വീടുണ്ടാക്കി കൊടുത്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ദുരന്തത്തിന് പെട്ടതല്ല. ഈ ദുരന്തത്തിലൊന്നും പെടാത്ത 12 ലീഗർക്ക് വീടുണ്ടാക്കി കൊടുക്കുക മാത്രല്ല, അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ 28 സെന്റ് ഭൂമി ആ പൈസ കൊണ്ട് വാങ്ങിയിട്ട് ഇപ്പൊ വാഴ കൃഷി നടത്തോണ്ടിരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിപാടിയാണ്.